കിട്ടി നമ്മൾ നേരെ സ്പോട്ടിൽ പോകാല്ലേ. അപ്പോൾ ഗൈസ് നമ്മൾ സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്പോട്ടിൽ ഇപ്പോൾ നോക്കുക ഗൈസ്, ഈ ഒരു കമ്പി ഒരുപാട് ആൾക്കാരെ ജീവനെടുത്ത കമ്പിയാണ്. മുട്ടം പറഞ്ഞടിച്ചിക്കോ. ഓ മാഷാ മാഷാ. ഇതൊക്കെ അടിക്കുക. ഫസ്റ്റ് കരിമീനാണ് കണ്ടോ. അടുത്തൊരു മീനോട് അടിച്ചിരിക്കുകയാണ് പരല് കണ്ടോ. ഞാനുണ്ട് വലിയ മീൻ അടിച്ചു. ഓ ഗൈസ്, കല്ലുകളുടെ ഇടയിൽ കാണപ്പെടുന്ന മെയിൻ സാധനം പൂയാൻ. ഹലോ ഗൈസ്, ഇറ്റ്സ് മീ സോളോ. അപ്പോൾ ഇനി നമ്മൾ വന്നിട്ടുള്ള പറഞ്ഞാൽ ഫിഷിംഗ് ആയിട്ടാണ്. അപ്പോൾ കുറേ കാലം നമ്മൾ സബ്സ്ക്രൈബ്സ് ചോദിക്കണം നമ്മളോട് ഫിഷിംഗ് ഉണ്ടോ എന്ന്. അപ്പോൾ നമ്മൾ ഫിഷിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഫിഷിങ്ങിൻ്റെ വീഡിയോ എല്ലാവരും കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. കം ഓൺ. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇന്ന് കുറച്ച് പുതിയ വിലകളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണോ ഹെൽമെറ്റ് എടുത്തുക്കണം. അപ്പോൾ ഇന്ന് കുറച്ച് പുതിയ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിന്ന് പോവാം. താരിക്ക് വരട്ടെ, താരിക്ക് തന്നെ കാത്തിക്കാണ്. അപ്പോൾ താരിക്ക് വന്നിട്ട് നേരെ നമുക്ക് ഇവിടുന്ന് പോവാം. ഓക്കെ നമ്മളെ താരിക്ക് വന്നിരിക്കുകയാണ്. ഇജ്ജ് എവിടെ ഇത്ര നേരം പോന്നാ? നമ്മൾ പുതിയ സ്പോട്ടൊക്കെ പോകണല്ലേ. ഇവിടെ വണ്ടി കയറട്ടെ. ഇതേതാ പുതിയ ബാഗ്? നിനക്ക് ദിവസം ആണോ നോക്കുക? അത് ചവിട്ടിയ പോരാക്കെ റെഡി ആക്കി വണ്ടി ഫുൾ പണി എടുത്തോ? ഗായ്സ്, അപ്പോൾ നമ്മൾ പോവാണ് ഫിഷിങ്ങിന്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം. പിന്നെ പെല്ലറ്റ് വാങ്ങണ്ടേ? നമ്മൾ പെല്ലറ്റൊക്കെ വന്നിക്കാണ്. പെല്ലറ്റ് ഇല്ല. കുറഞ്ഞോ അളവില്ലേ ചേർപ്പണ്ട് സാധാരണ വെള്ളക്കൊപ്പ് എടുത്തു. എവിടെ അവിടെ അടുത്ത അല്ല. പിന്നെന്താ വാങ്ങണ്ട്? മിച്ചറെന്ത് വാങ്ങിക്കോ. എന്നടുത്ത് പൈസ ഉണ്ടാവില്ല എൻ്റെ പറഞ്ഞത് കുട്ടാന്ന് മോഡൽ. പൈസ നമ്മളിപ്പോൾ പെല്ലറ്റ് വാങ്ങി. ഇനി നമുക്ക് ഇനിയൊന്നും വേണം. വെള്ളക്കുപ്പി വാങ്ങി, പെല്ലറ്റും വാങ്ങി, അത് മതി. പിന്നെ ഇപ്പോൾ നെയ്യ് വേണോ? നെയ്യ് ഉണ്ടല്ലോ. പെല്ലറ്റ് ഇട്ടി ഇനി നമ്മൾ നേരെ സ്പോട്ടിൽ പോകാല്ലേ. ഓ ഗായ്സ് നോക്കൂ, നമ്മുടെ ഫിഷിങ്ങിന് പോണ സ്ഥലങ്ങളാണ്. ഫുൾ പച്ചപ്പും ഹരിതാപവും നിറഞ്ഞ റോഡ് കേട്ടോ. നെല്ലാണ് കേട്ടോ, രണ്ട് സൈഡും നെല്ലാണ്. വെള്ളോ അത് കുറച്ച് ഫുള്ള് പാടാട്ടോ. അപ്പോൾ ഗായ്സ്, ഞങ്ങളെ സ്പോട്ടിൽ എത്താൻ കുറച്ച് നേരം കൂടി ഉണ്ട്. അതൊക്കെ നമ്മൾ നമ്മളെ സ്പോട്ടിലെത്തുന്നതാണ്. ഇതിപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ വീട്ടിക്കാട് എന്ന സ്ഥലമാണ്. അപ്പോൾ അതിൽ കൂടെ നമ്മൾ പോകണത്. ഇനി അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. ഓക്കെ ഗായ്സ്, ഞങ്ങൾ വഴി തെറ്റി വന്നു. ഗായ്സ് വന്നിപ്പോൾ ഒരു പാടവരമ്പത്തെത്തി. ഓ ഗായ്സ്, ഞങ്ങൾ സ്ഥലത്തേക്ക് സ്പോട്ടിക്ക് വന്നു. പക്ഷെ നമ്മൾ വഴി മാറി, റോഡ് മാറി വന്നു. അതാണ്ടായത്. ഇനി കുഴപ്പമില്ല, നമുക്ക് അടുത്ത റോഡിൽ പോവാം. നിൽക്കേ സ്ഥലം കണ്ടോ, വൈബ് സ്ഥലം. ഞങ്ങൾ ശരിക്കുള്ള വഴി കൂടെ വന്നു. ഇതാണ് നമ്മൾ ഒറിജിനൽ വഴി. ഇപ്പോൾ ഒരു 5-6 വഴി കൂടെ പോയി തെറ്റിയിട്ട് ഞങ്ങളിപ്പോൾ വേറെ വഴി കൂടെ പോകുന്ന നിൽക്കുകയാണ്. ഇതാണ് കറക്റ്റ് വഴി തോന്നുന്നുണ്ട്. നമുക്ക് പോയേക്കാം എന്തായാലും. ഗായ്സ്, നമ്മുടെ സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ആജി പറഞ്ഞോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. താരിക അല്ല, ആൾക്കാർ പറയണ്ടേ എന്താ താരിക്കിൻ്റെ കോമഡികൾ ആൾക്കാർക്ക് നല്ല പറ്റുന്നുണ്ട്. ഏതറിയോ ഫസ്റ്റ് സാധനം തരോ? അഴകായ മൊട്ട ഗൈസ് ഉണ്ട്. സ്ഥലം കണ്ട് ഗൈസ്. ഓ രണ്ട് സൈഡും ഇതല്ല കേട്ടോ. ഇതാ നമ്മുടെ സ്ഥലം. ഈ ഇത് മൂട്ടർപേര. ഓക്കെ ഏതാണ്ട് ഉണ്ടോ ഗൈസ്? റിഷാൽ വ്ളോഗ്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. അയ്യോ
ഗൈസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക ഷെയർ ചെയ്യുക ഓക്കെ പോരെ അപ്പുറത്തെ സ്പോട്ട് കേട്ടോ ഇർഷാദേ ഗൈസ് നമ്മളെ പാർലിത്തെ ടാങ്ക് കേട്ടോ കാരണം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ പണ്ട് ഏറ്റവും കൂടുതൽ മീൻ പിടിക്കാൻ വന്നിരുന്ന സ്ഥലമാണിത്. ഇവിടെ നമ്മൾ ഒരുപാട് മീൻ പിടിച്ചു പോകും. കാസ്റ്റിംഗ് ഒന്നല്ല അവിടെ താരിക്കാക്ക് ഇടിഞ്ഞു വയ്ക്കുക. ഇവിടെയൊക്കെ ഫുള്ള് ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ, ഫുള്ള് ഇടിഞ്ഞു പോയി. അപ്പോൾ ഗൈസ് നമ്മളെ സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ സ്പോട്ടിൽ ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് നിൽക്കാൻ സ്ഥലമില്ല. അപ്പോൾ ആദ്യം അവിടെ റെഡി ആക്കണം, എന്നിട്ട് നമ്മളവിടെ ഇറങ്ങുള്ളൂ. ഓക്കെ ഗൈസ്, ഈ ഒരു കമ്പി ഒരുപാട് ആൾക്കാരെ ജീവനെടുത്ത കമ്പിയാണ്. കുറേ ആൾക്കാർ നമ്മൾ ഷോക്ക് അടിച്ചിരിക്കുന്നു. ഈ വെള്ളം വരുന്ന കമ്പി നമ്മളെ സ്പോട്ട് കേട്ടോ. ഓക്കെ, ഇവിടെ നമ്മളെ പരിപാടി ഇന്നത്തെ ഫസ്റ്റ് മീൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ. പരല് പിന്നെ താരിക്ക് അവിടെ കാസ്റ്റീനുണ്ട്. പിന്നെ ആയത്തിനുണ്ട്. അപ്പം ആയി പറഞ്ഞ കേട്ടോ പരല് ഓക്കെ ഗൈസ് ഒന്നിനും കിട്ടിട്ടോ. അതാ ഗൈസ് പരല് ഗൈസ് വേറെ പരല് ഇട്ടിരുതാ കണ്ടോ, നൈസ് സാധനം. അയ്യോ മുട്ടൻ പരലടിച്ചിക്കോ. ഓ മാഷാ ഇതൊക്കെ അടിക്കാം. നേരെ പിടി കജ്ജിപ്പൊടി ഗൈസ്. ജമുട്ടൻ പരല് കേട്ടോ, മുട്ടൻ പരല് സാധനം നല്ല സൈസ് ഉണ്ട് കണ്ടോ. അയ്യോ ഗുഡ് ക്യാച്ച് ഗൈസ്, അടിപൊളി പരല് കേട്ടോ. അത് നല്ല സൈസില്ല പരല് മാഷാ. കുട്ടി അതാ പോയി വിശാലിനെ ആരലടിച്ചിട്ടോ. ഇതൊക്കെ വലിയ സാധനം. ഇത്തെ മീൻ അടിച്ചു. ഇത് പരലാണ്, മത്തിപ്പരലെന്നൊക്കെ പറയാം ഇവിടെ കണ്ടോ. എടുത്തു ഇതാ കണ്ടോ, ഞാനുണ്ട് സെറ്റല്ലേ ഇതാട്ടോ. കരിമീൻ നേരെ കാണില്ല. ഇത് കരിമീൻ ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ ഫസ്റ്റ് കരിമീനാണ് കണ്ടോ, കാണില്ലേ. അപ്പോൾ ഓക്കെ, നമുക്കിതിന് കവർക്ക് വെക്കാം. നന്നായി മീൻ അടിച്ചിട്ടുണ്ടോ? ഇത് ഗൈസ് മീൻ അത് പിടിച്ച കൊണ്ടേ കാലച്ച കൊണ്ടേക്കോളി ഗൈസ്. പരല് ഗൈസ്, അടുത്തൊരു മീനോട് അടിച്ചിരിക്കുകയാണ് പരല്. വീണ്ടും ഒരു പരല് കണ്ടോ. ഇത് അത്യാവശ്യം സൈസിലെ പരല കേട്ടോ, നല്ലൊരു പരലിട്ടി കണ്ടോ. സെറ്റായില്ലേ വലിയ മീൻ അടിച്ചു. ഓ പൊളി ഉടനെ ധാരലാണേ. റിഷാൽ കാച്ച് എൻ്റെ മോനെ പൊളി. ഇന്നത്തെ വലിയ കാച്ച് റിഷാല് ആണോ. ആരല് ഇതിന് ഞാൻ കൊണ്ടോട്ടെ ഒന്ന് കൂട്ടാൻ നോക്കാൻ. ആഹാ പൊക്കി പിടി ഒന്നും പൊക്കി പിടി. അയ്യോ ഗുഡ് സാധനം. ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം നമ്മളെ ആരല് ഫുള്ളായിട്ട് ഇത് മുണുങ്ങി ചൂണ്ട. ഇത് എടുക്കണ നല്ല പണിയാണ് ആണോ, എടുക്കണ നല്ല പണിയാണ്. അയ്യോ അടിപൊളി പാരല്, സൂപ്പർ ഐ തിങ്ക് ക്യാച്ച്. അപ്പോൾ ഗൈസ് നമ്മൾ ആരലിനെ നോക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മളുള്ളത്. നമുക്ക് നോക്കി നോക്കാം അടിച്ചു വല്ലേ ഗൈസ്. പൊന്തര നമ്മളെ അത് താവണ നോക്കണം. ഇപ്പോൾ എന്താണ് ഒരെടുത്തു ഇവിടുന്നോ? അതിലെന്തല്ലേ ഒന്നുമില്ല. അടി കയറി കിട്ടും കിട്ടാന്നില്ല. അതിന് ഒരേ കയറിൽ കിട്ടുന്നില്ലേ. താത്തി കൊണ്ടുവന്നത് ഗൈസ് ഈ സ്ഥലട്ടോ വൈബ്
നല്ല പാടം കണ്ടോ, ഇവിടെ പുഴ. ഒന്നില് ഫ്രോഗ് മാറ്റേ. നമ്മളെ ഫിഷിങ്ങിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. താരിക്ക് ഇവിടെ സ്ട്രൈക്ക് കിട്ടിയാറുണ്ട്, നോക്കുകയാണ്, കാസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. നോക്കട്ടെ ഇവിടെ ചുടോ എടുത്തു. അയ്യോ ഇത് വലുത് തന്നെ കേട്ടോ. റിഷാല് വെട്ടിപ്പോയി. അയ്യേ കൊല്ലല്ലേ. ഞാനും കുടിച്ചത് കൈ പിടി. കടിച്ചൊന്നുമില്ല, കൈ പിടി. ഹലോ ആറില് കണ്ടോ പൊളിയല്ലേ. വൈകാന്ന് ഇതാവൂല, നല്ല ഊരിലെ സാധനം. എന്താ വെച്ചാൽ കാട്ടിക്കോ. പാമ്പിന്റെ മഴ ഇവിടെ നമ്മളിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കണത് ഈ ഭാഗത്താണ്. നോക്കണം എന്തായാലും. ഇപ്പോൾ 2-3 ആരലും അടിച്ചു, കുറച്ച് പരലുകളും കാര്യങ്ങളൊക്കെ അടിച്ചു പോകണം. അപ്പോൾ ഇനി ബാക്കി എന്തെങ്കിലും കിട്ടും നോക്കാൻ മതി. നൈറ്റ് വിഷനായിപ്പോൾ അടിച്ചു കാണിച്ചോ. കുട്ടി സാധനം കേട്ടോ. ഇപ്പം നമ്മൾ ഇരിക്കുമ്പോൾ അപ്പോൾ പെട്ടെന്ന് അടിച്ചാണ്. വേറെ അടിച്ചു. അയ്യോ അടിപൊളി. ശ്രീശാൽ വീണ്ടും സ്ട്രൈക്ക് അടിച്ച് സാധനം കണ്ടെടുക്ക്. അവിടെ നിന്ന് കാണിച്ചാൽ ഡിയാ, അവിടെ തന്നെ കാണിച്ചേ. കജ്ജു പറ്റേ പൂട്ടെ ആ കാണിച്ചു കൊടുത്താ. എന്താ ചെയ്യുന്നത്? പിച്ച് പിടിച്ചിട്ട് എടുത്തു. അവിടെ നിന്ന് അടിച്ചോ, കൈ പിടി. എടുത്തു. അയ്യോ പൂട്ട കൈസ്, പൂട്ട എന്നത്തെ മെയിൻ കിട്ടിയ ഫുൾ മീനായിട്ടത്. ഇത് ആറില് കുറച്ച് കരിമീൻ സാധനങ്ങൾ ഇതാ. ഒരുപാട് കാലത്തിന് ശേഷം കല്ലട അല്ല പൂയാന് സക്കർ വിഷല്ല, പൂയൻ വിഷാണ്. അയ്യോ കല്ലുകളുടെ ഇടയിൽ കാണപ്പെടുന്ന മെയിൻ സാധനം പൂയാൻ. ഇത്രയും സൈസിലെ സാധനം ആദ്യം ഇട്ടോ. ഓക്കെ പോളി എന്നാ ഇതൊക്കെ കറുപ്പിൻ്റെ മാതിരി സാധനം. പക്ഷെ അതെന്താ പൂയാനാണ്, വലിയ പൂയം. ഇത്ര സൈസിലിട്ടില്ലല്ലോ. പിന്നെ തിന്നാൻ പറ്റാതെ പുഴയത്ത്. അപ്പോൾ ഗായ്സ് എല്ലാവരും എന്നോട് ചോദിച്ചിരുന്നു, എല്ലാവരും അല്ല, കുറച്ച് ആൾക്കാർ, കുറച്ച് കൈൻഡ് ഓഫ് ആൾക്കാർ നമ്മളോട് ചോദിച്ചിരുന്നു, നമുക്ക് മീൻ പിടിച്ചാൻ പോയിട്ട് എന്താ കാര്യം, വെറുതെ മീൻ പിടിച്ച ടൈമാണ് നല്ലത്, പഠിച്ചിട്ട് ആ നേരം പഠിച്ചൂടെ, അങ്ങനെ എല്ലാവരും ഓരോന്ന് പറയണതുണ്ട്. ഇപ്പോൾ ഞാൻ ഓരോ ഞാൻ കണ്ടുകൊണ്ടു പല ആൾക്കാരിനോട് പറയണേ, നാട്ടിലത്തെ ആൾക്കാരാണെങ്കിലും കുറച്ച് പുറത്തെ ആൾക്കാരാണെങ്കിലും അങ്ങനെ പറയാം, കുടുംബക്കാരൊക്കെ ആണെങ്കിലും. പക്ഷെ ഞാൻ പറയണത് എന്താ വെച്ചാൽ, ഈ പടച്ചോൻ്റെ ദുനിയാവ് എന്ന് വെച്ചാൽ ഈ അത് ഉണ്ടാക്കിയിട്ട് ഈ സംഭവങ്ങൾ കണ്ടോ ഇങ്ങനെയുള്ള ഓരോ കാഴ്ചകളും കാര്യങ്ങളും നമ്മളെ ചുറ്റിലുമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു വൈകുന്നേരം നേരത്തെ ഇതേപോലെ പോരുക, ഇവിടെ ആൾക്കാർ വരും, അപ്പോൾ ഓരോട് സംസാരിക്കുക, ഓരോ കൾച്ചറുകൾ കാണുക, മീൻ പിടിക്കുക, ഇതൊക്കെ ലൈഫിലൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാൻ പറ്റാത്ത കുട്ടിക്കാലാണ്. ഇപ്പോൾ എനിക്കിപ്പോൾ 19 വയസ്സായി. അപ്പോൾ 19 വയസ്സായിട്ട് നമുക്ക് ഈ ഒരു കാഴ്ചകൾ ഞാനോട് എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്തുകൊണ്ടാണ് വ്ളോഗ് ഇടുന്നത് കാരണമൊക്കെ. നമ്മൾ വ്ളോഗ് ഇടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരുപാട് വർഷം കഴിഞ്ഞു, ഇപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞ് വിചാരിച്ചു, ഇൻഷാല്ലാ 10 വർഷം കാര്യങ്ങളൊക്കെ ചെയ്യാം. നമുക്ക് അന്ന് യൂട്യൂബ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോസൊക്കെ എടുത്ത് കാണാം. ഇപ്പോൾ ഞാൻ ഈ വന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് കാണാം, സ്വന്തമായിട്ട് എടുത്ത് കാണാം. അപ്പോൾ നമുക്കതൊരു നല്ലൊരു മെമ്മറീസും കാര്യങ്ങളും നമ്മളെ കയ്യിലുണ്ടാവും. അതിനാണ് ഞാൻ വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വ്ളോഗ് ചെയ്യുന്ന കാര്യങ്ങൾ വെച്ച് നമ്മളെ കളിയാക്കാൻ ഒരുപാട് ആൾക്കാർ വരും, തളർത്താനും ഒരുപാട് ആൾക്കാരുണ്ടാവും, നമ്മളെ വിജയിപ്പിക്കാനും കുറച്ച് ആൾക്കാരുണ്ടാവും. പക്ഷേ നമ്മൾ തളർത്താൻ വരുന്ന ആൾക്കാർ ഒരിക്കലും കേൾക്കാതിരുന്നാൽ മതി. നമ്മളിങ്ങനെ ഇതിനെ കേൾക്കുക, ഇതിനെ വിടുക. പക്ഷെ നമ്മൾ ചില ആൾക്കാർ നമ്മളെ രക്ഷപ്പെടണമെന്ന് കരുതി നമുക്ക് കുറേ സഹായങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതുപോലെ നമ്മളൊരിക്കലും തള്ളി പറയരുത്. അവരോട് അഭിപ്രായങ്ങൾ ചോദിച്ചിട്ട് ഇതൊക്കെ വൈബ് പറഞ്ഞാണല്ലോ. ഈ ചെറുക്കന്മാരെ ഇതേപോലെ മീൻ പിടിച്ചാൻ പോരുക, അതുകൊണ്ട് ഓരോരുത്തരുണ്ടോ പാടത്തിൻ്റെ നടുവ് പോയതിനാണ് മീൻ പിടിക്കണത്. ഇതാ ഒരുത്തമ്പടെ ഇതെന്നാ വൈബാണ്. അത് വന്നവർക്ക് അറിയേണ്ട വൈബ് എന്താണ്. അപ്പോൾ മീനുകളെ കുറച്ച് കിട്ടിയിരിക്കുന്നത് മീനുകളുണ്ടോ, ഇതൊക്കെ പറഞ്ഞാൽ അത്രയും വൈബാണ് കേട്ടോ.
കാണിച്ചു തരാം. നമ്മുടെ ഗൈസ് ആറിൽ കിട്ടിയോ, വലിയ ആറിൽ സാധനം പുറത്ത് തരാത്തി കണ്ടോ. നമ്മുടെ ഗൈസ് ആറിൽ അത് കണ്ടോ. ചെക്കനെ ആറ്റിറ്റ്യൂഡ് അത്രേ. പോലെ നമുക്ക് കുളിച്ചാൻ പോലെ കുളിച്ചാൻ പോവാ പോരി എന്നാ പോരെ കുളിച്ചാൻ പോവാ അവിടെ കുളിക്കല്ലേ. അമ്മ നിങ്ങൾ പുറത്ത് കിട്ടണം, ഞാൻ ഉള്ളിൽ കിട്ടാം. ആ വീഡിയോ കണ്ടു എവിടെ എടുത്തോ കിട്ടിയോ. ജി കുളിച്ചാൻ പോലെ നമുക്കെന്നാ എല്ലാവർക്കും കൂടെ. ഗൈസ് നെല്ല് കാണിച്ചു തരാം. കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പാല് കേട്ടോ കാണിച്ചു തരാം. കണ്ടോ ഇത് നെല്ല് ആയി വരുന്നുള്ളൂ. ഇതുണ്ട് ഗൈസ് കണ്ടോ. ഈ പാടത്തിൻ്റെ ഏറ്റവും നടുവിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. കണ്ടോ ചെറുക്കന്മാരവിടെ ഉണ്ട്, എല്ലാവരും ഇവിടെ ഉണ്ട്, ഞാൻ ഈ നടുവിൽ നിൽക്കുന്നു. അപ്പോൾ പറഞ്ഞതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക. നമ്മുടെ ലൈഫ് ചെറിയ ലൈഫുള്ളൂ, ചെറിയൊരു ജീവിതമാണ് നമുക്കുള്ളത്. അപ്പോൾ മാക്സിമം നമ്മളത് എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഓർമ്മകളായിട്ട് നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു ചെറുപ്പകാലം ഇത് തിരിച്ചു കിട്ടില്ല. ഈ ടൈം ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ടൈം, ഈ ഒരു ടൈമിൽ ഈ സമയത്ത് ഈ വൈകുന്നേര സമയത്ത് ഇവിടെ നിൽക്കണ ഈ ഒരു വൈബ് ഉണ്ടല്ലോ, അതിന് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. നമുക്ക് കിട്ടില്ല എന്ന് പറഞ്ഞാൽ കിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇത് കഴിഞ്ഞു പോയി, നമ്മുടെ ലൈഫിലൊരു ഭാഗമാണ് ഇത്, കഴിഞ്ഞു പോയി. അപ്പോൾ നമ്മൾ അത്രത്തോളം നമുക്ക് മെമ്മറീസും കാര്യം ഉണ്ടാക്കുക. നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞത് മെമ്മറീസാണ് കാര്യം. അപ്പോൾ എല്ലാവരും മെമ്മറീസായിട്ട് എൻജോയ് ചെയ്ത് നടക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ പറയാൻ. അപ്പോൾ ഗൈസ് പിന്നെ മെയിനായിട്ട് പറയില്ല പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഫിഷിങ്ങിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ ഈ ഫിഷിങ്ങിൻ്റെ വീഡിയോസ് മാത്രമല്ല, ഞാൻ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു മെമ്മറീസ് എന്ന രീതിയിൽ ഞങ്ങളെ മുന്നിൽ എത്തിക്കണത്. അപ്പോൾ എല്ലാവരും കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ കമൻറ്റിലൊക്കെ അറിയിക്കുക. കാര്യങ്ങൾ വീഡിയോസൊക്കെ ഉണ്ടെന്ന് ഈ വീഡിയോസിൽ കണ്ടൻറ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞോളൂ, നമുക്ക് കണ്ടൻറ്റ് കൂട്ടുകളൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗൈസ് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. കുറേ കാലദേശം പോയിലിറങ്ങി കുളിച്ച് വൈബായി ആണോ. അപ്പോൾ വൈകുന്നേരം ടൈമായിട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഞാൻ പറഞ്ഞ കാര്യം ഒന്നും മറക്കണ്ട എല്ലാവരും. അപ്പോൾ നമുക്ക് പിന്നെ ഒരു ദിവസം കാണാം. ബൈ ഗൈസ്. ഇരുട്ടായി ഗൈസ്, ഒന്നും കാണില്ല. പാടാണ്, രണ്ട് സൈഡും പാടാണ്ടോ, കാണില്ല ഗൈസ്. ഗൈസ് ഇതിനൊന്നും ആൾക്കാർ രാത്രി വരാത്ത സ്ഥലം കേട്ടോ. ഒരു പാടാണ്, പാടത്തിൻ്റെ സൈഡിൽ വരമ്പാണ്, അതിൽക്കൂടെയാണ് ഈ പോണത്. സാഹസികമായ യാത്രയുണ്ടോ. ഓണേക്ക് ഒരു പേരാണ്ട് കേട്ടോ, ലൈറ്റ് ഹൗസ്. ഇത് നോക്കി, ലൈറ്റ് ഹൗസിൻ്റെ മാതിരി പേരാ. മാഷാ അല്ലാഹ്, അടിപൊളിയായിക്കോളും, അടിപൊളി ലൈറ്റൊക്കെ അടിപൊളി. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. എന്താ ലൈറ്റ്. ഗൈസ് ഇന്നത്തെ ഫിഷിംഗ് യുഗം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ വേറെന്താ പറയലെന്ന് വെച്ചാൽ അടുത്ത വീഡിയോ വരും. എല്ലാവരും കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ഞായറാഴ്ചയും വീഡിയോ വരും. എല്ലാ ഞായറാഴ്ചയും നമ്മൾ ഫിഷിംഗ് വീഡിയോ വരും. ഇത് ഞായറാഴ്ചയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ തിങ്കളാഴ്ചയൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുക. നാളെ രാവിലെ, ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, അപ്പോൾ നാളെ തിങ്കളാഴ്ച രാത്രി ഒരു 10 മണി ആ ടൈം ആകുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. നമ്മളെ വീഡിയോസ് തുടർച്ചയായി വരും. ഓക്കെ, ഹായ് ബ്രോ, വെൽക്കം ടു മൈ ചാനൽ. കേട്ടോ ഇതാണ് നമ്മളെ തൂതപ്പാലം നമ്മൾ കയറാണ് ഗൈസ്. ഇവിടെ നിന്ന് പരിപാടി ഉണ്ട് ഗൈസ്, പരിപാടി. ഗൈസ് പാട്ട ഗൈസ്, ഹെൽമെറ്റ് ഇല്ല ഗൈസ്. ഗൈസ് ഇതാണ് നമ്മളെ ക്യാമറ. ഇവിടെ ക്യാമറ ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് മീനുകളൊക്കെ പിടിച്ചു, അതിൻ്റെ വീഡിയോസ് നമ്മൾ കാണിച്ചു. അപ്പോൾ നമ്മളെ പുതിയ ഫിഷിങ്ങിൻ്റെ വീഡിയോസ് ഇനി വരും. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ, ടാറ്റാ.